ഹലോ ഗൈസ്, അപ്പം ഞാനും ഉമ്മയും പിന്നെ 2 സിസ്റ്റേഴ്സും പിന്നെ എൻ്റെ ബ്രദറിൻ്റെ മോനും പിന്നെ സിസ്റ്റേഴ്സിൻ്റെ 2 മക്കളും എല്ലാവരും കൂടിയിട്ട് നാട് വിട്ടിട്ട് പോകുന്നെന്ന് വിചാരിക്കേണ്ട. ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡും പിന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡും പിന്നെ 2 ബ്രദേഴ്സും ട്രിവാൻഡ്രമാണ് ഉള്ളത്. അപ്പോൾ ഓരോ മീറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ അപ്പനെ കാണാത്ത കുറേ ആയി, അപ്പോൾ എനിക്ക് നല്ല മിസ്സാകുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ടപ്പോൾ വരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായി. പിന്നെ എൻ്റെ ഫാമിലി എല്ലാം അങ്ങോട്ട് പോകുന്നത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോവാൻ വിചാരിച്ച്. അപ്പോൾ എൻ്റെ പ്രഗ്നൻസിലാണ് ഞാൻ പോയത്. ഇത് 2nd ട്രൈമിസ്റ്ററിലാണ് ഞാൻ പോയത്. ഇപ്പം എനിക്ക് 3rd ട്രൈമിസ്റ്റർ ആവാനായി. അപ്പോൾ ഇത് കുറച്ച് ഡേയ്സായി നമ്മൾ വീഡിയോ എല്ലാം എടുത്ത് വെച്ചിട്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര ക്ഷീണവും കാര്യമെല്ലാം ആയിട്ട് എഡിറ്റാക്കാൻ ടൈമൊന്നും കിട്ടിയിട്ട. സോ ഞാൻ അവിടേക്ക് എത്തിയിട്ട് വീഡിയോ എടുക്കാൻ ആളുണ്ടായിട്ട. അതുകൊണ്ട് തന്നെ അപ്പനെ കണ്ടിട്ടുള്ള റിയാക്ഷനും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ട. പക്ഷെ ഞങ്ങൾ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ അവിടുന്ന് നമ്മൾ ബൺ കഫേ പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റൊക്കെ പോയി. ഇങ്ങനെ ഓരോ വക അടുത്ത സ്പെഷ്യൽ ഡെസേർട്ടെല്ലാം ഉണ്ടായി നമുക്ക് സെർവ് ആക്കി തന്ന്. നല്ല കസ്റ്റമർ സർവീസാണ്. പിന്നെ അപ്പനെ അങ്ങനെ ലീവൊന്നും എടുക്കാൻ പറ്റിയിട്ട്. അപ്പോൾ ഒരു ദിവസം തന്നെ ലീവ് എടുത്തത്. ആ ലീവ് എടുത്തെന്ന് നമ്മൾ 2 ആളും ഫുൾ ഉറക്കത്തിലാണ്. ഞാനിവിടെ ട്രെയിനിൽ ഉറങ്ങാത്തത് കൊണ്ട് തന്നെ ഞാൻ നല്ല ടയേർഡായിട്ടുണ്ടായി. പിന്നെ അപ്പോൾ അവിടെ ഉറക്കമൊന്നും ശരിയില്ല പറഞ്ഞിട്ട് അപ്പോൾ അന്ന് ഫുൾ ഡേ ഉറങ്ങി, നല്ല ഉറക്കിലാണ്. പിന്നെ നമ്മൾ ഒരു ഈവനിങ് ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് പുറത്തേക്കെല്ലാം പോയിട്ട് വന്ന് അങ്ങനെ പോയതാണ് ഈ കഫേക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലുലുക്ക് ജസ്റ്റ് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ഡ്രസ്സ് എടുത്ത് തരാൻ പറഞ്ഞിട്ട് അവിടേക്ക് കൊണ്ടുപോയത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ പോകുമ്പോൾ കുറേ ലേറ്റായി. സോ സുഡിയോക്ക് പോകാമെന്ന് വിചാരിച്ച്, പക്ഷേ സുഡിയോ എല്ലാം ക്ലോസ് ആയിട്ടുണ്ടായി. പിന്നെ അടുത്ത വ്യൂസും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് എൻജോയ് ചെയ്തിട്ട് കുറച്ച് നേരം ടൈം സ്പെൻഡ് ആക്കി നമ്മൾ റിട്ടേൺ റൂമിലേക്ക് തന്നെ വന്ന്. അപ്പോൾ അവിടെ നമ്മൾ 2 ആളും അത്ര തന്നെ ടൈം സ്പെൻഡ് ആക്കി. പിന്നെ അപ്പന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, അങ്ങനെ ലീവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ട. പിന്നെ അപ്പനെ കണ്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയായി, ഭയങ്കര മൈൻഡ് ഫ്രീ ആയി. അപ്പോൾ ഉണ്ടങ്ങനെ ഭയങ്കര ഒരു പീസ് കിട്ടുന്നു. അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആയിട്ടുണ്ടാവും. ഓരോ ഹസ്ബൻഡ് അടുത്തുണ്ടാകുമ്പോൾ തന്നെ എന്തല്ലോ. പിന്നെ ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവർ എന്തെങ്കിലും പോയിട്ട് കാണാം. അതിൽ എനിക്കൊരു ചെറിയ സർപ്രൈസ് എല്ലാം ആക്കിയിട്ടുണ്ടായി, മം ടു ബി എല്ലാം ആക്കിയിട്ടുണ്ടായി. അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയായി. പിന്നെ നമ്മൾ 3 days തന്നെ അവിടെ ടൈം സ്പെൻഡ് ആക്കിയത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് വന്ന്, ബിക്കോസ് നമ്മൾ കുറേ ഡേയ്സ് അങ്ങനെ നിൽക്കാനൊന്നും അല്ല പോയത്, ജസ്റ്റ് ഓറെ കണ്ടിട്ട് ജസ്റ്റ് ഹാപ്പി ആയിട്ട് വരാമെന്ന്. അപ്പോൾ അങ്ങനെ പോയിട്ട് വന്നതാണ്. പിന്നെ ഞങ്ങൾ കുറച്ചെങ്കിലും അവിടെ ടൈം സ്പെൻഡ് ആക്കി ലുലു മോളും തോന്നും. കുറച്ചും കൂടി അവിടെ എക്സ്പ്ലോർ ആക്കാനുള്ള ഐറ്റംസും കാര്യങ്ങളെല്ലാം ഉണ്ടായി. പിന്നെ അടുക്ക് പോയിട്ടാകുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് അതിന് എന്തെങ്കിലും അപ്പനെന്നെ നാട്ടിലേക്ക് വരാൻ കുറച്ചും കൂടി ടൈം സ്പെൻഡ് ആക്കാൻ കൈയ്യട്ടിന്ന് അടുക്ക് പോയിട്ടാകുമ്പോൾ കഴിഞ്ഞിട്ട. പിന്നെ ഞാൻ 2 days പിന്നെ ബ്രദേഴ്സിനെ ഉറക്കിയെല്ലാം ടൈം സ്പെൻഡ് ആക്കിയിട്ടാണ് റിട്ടേൺ വന്നത്. അങ്ങനെ ഈ വീഡിയോ അപ്ലോഡ് ആക്കാൻ വെച്ചിട്ട് കുറേ ആയി. പിന്നെ വോയിസ് ഓവറൊന്നും ഇട്ടിട്ടുണ്ടായിട്ട. സോ അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ച് കഷ്ടപ്പെട്ടിട്ട് വീഡിയോ എടുത്തതല്ലേ. സോ എന്തെങ്കിലും അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ച്. ഈ ബാക്കിൽ ഇതിൻ്റെ നോയ്സ് എല്ലാം കേൾക്കുന്നുണ്ടാവും. ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ ഫാൻ ഇടാതെ വോയിസ് ഓവർ ഇടാൻ പറ്റുന്നില്ല, അത്ര വിയർക്കുന്നുണ്ട്. സോ പിന്നെ പ്രഗ്നൻസിയിൽ ആറില്ല ചൂട്, അപ്പോൾ അങ്ങനെ വിയർക്കുന്നുണ്ട്. എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ, ഫസ്റ്റല്ല എന്തെങ്കിലും എൻ്റെ പ്രഗ്നൻസിയിൽ എൻ്റെ ഒക്കെ എന്നെ അപ്പോൾ വേണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായി. പക്ഷേ ഫസ്റ്റ് ട്രൈമിസ്റ്ററിൽ അത്ര നിൽക്കാൻ പറ്റിയിട്ട. ഞാൻ ബാംഗ്ലൂരിൽ ഉണ്ടാകുമ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റ് എന്ന് എനിക്കറിഞ്ഞത്. ബാംഗ്ലൂർ പോയിട്ടാകുമ്പോഴാണ് പ്രഗ്നൻ്റ് ആയതും. അപ്പോൾ പിന്നെ കോമിറ്റും കാര്യമെല്ലാം ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിലേക്ക് വന്ന്. അപ്പം നാട്ടിലുണ്ടായി. പിന്നെ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വരും പോവും അങ്ങനെ ഉണ്ടായി. അപ്പോൾ
കറക്റ്റ് പ്രോപ്പറായിട്ട് ഫസ്റ്റ് കിട്ടിയിട്ട് എന്നെങ്കിൽ കുറച്ചല്ലേ കിട്ടീന് അപ്പന. പിന്നെ കുറച്ച് നാൾ ഇവിടെ തന്നെ ഉണ്ടായി. പിന്നെ അപ്പോൾ ട്രിവാൻഡ്രം പോയിട്ടാകുമ്പോൾ തീരെ കിട്ടാത്തായി അപ്പനെ ഭയങ്കര മിസ്സാവാൻ തുടങ്ങി. പിന്നെ ഞാൻ കൂടുതൽ ഫസ്റ്റ് ട്രൈമിസ്റ്ററല്ല എൻ്റെ പേരിലുണ്ടായത്. ഇപ്പോൾ പിന്നെ ഇവിടെ ഉള്ളത് അപ്പൻ്റെ പേരിലുള്ളത്. അങ്ങനെ ആയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടുള്ളത്. ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ ഇടുമ്പോൾ എനിക്ക് കറൻ്റ്ലി ഇപ്പോൾ 8 മന്ത് ആയിട്ടുണ്ട്. കുറേ പേര് ചോദിക്കുന്നുണ്ട് എത്ര മന്തായിന്ന്. ഓക്കെ, ഇപ്പോൾ 8 മന്ത് ആയിട്ടുണ്ട്. എൻ്റെ 7 മന്ത് സെറിമണി ഒന്നും ആയിട്ടില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ 7 മന്തിൽ പിന്നെ നോമ്പും കാര്യങ്ങളല്ലേ. അപ്പോൾ 9 മന്തിലാക്കാമെന്ന് വിചാരിക്കുന്നു ഇൻഷാ അല്ലാ. അപ്പോൾ ചെറിയ രീതിയിൽ ഉണ്ടാവും എന്തായാലും. പിന്നെ എൻ്റെ ഡെലിവറി ഡ്യൂ ഡേറ്റ് മെയ് 10th. അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യൂവേഴ്സും എനിക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ചിട്ട് ദുആ ചെയ്യണം. നോർമൽ ഡെലിവറി ആയിട്ട് ബേബിയും ഞാനും ഹെൽത്തി ആയിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാ അങ്ങനെ. പിന്നെ എനിക്ക് എന്താ പറയാനുള്ളത്, പിന്നെ 2nd and 3rd ട്രൈമിസ്റ്റർ വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടില്ല. ഫസ്റ്റ് ട്രൈമിസ്റ്റർ മാത്രം എക്സ്പീരിയൻസ് ഞാൻ അപ്ലോഡ് ആക്കിന് ഓൾറെഡി. അത് കാണാത്തവരെന്തായാലും അത് കാണാം. അപ്പോൾ ഇൻഷാ അല്ലാ മേ ബി ഞാൻ ചിലപ്പോൾ അപ്ലോഡ് ആക്കും, ചിലപ്പോൾ അപ്ലോഡ് ആക്കില്ല. ബിക്കോസ് ഇപ്പോൾ ഭയങ്കര ടയർഡ്നെസ്സും കാര്യങ്ങളെല്ലാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും അപ്ഡേറ്റ് ആക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇപ്പോൾ എൻ്റെ ഹോസ്പിറ്റൽ ചെക്കപ്പ് ആയാലും പിന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ആക്കാനേ പറ്റിയിട്ടില്ല. സോ ഇൻഷാ അല്ലാ മേ ബി ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന കാര്യങ്ങളൊന്നും ഞാൻ അപ്ഡേറ്റ് ആക്കുന്നില്ല. അതിപ്പോൾ സെയിം ഡേ അങ്ങനെയൊന്നും അല്ല പോകുന്നത്, ടൈം ഡിഫറെൻറ്റ് വരാറുണ്ട് അങ്ങനെയല്ല. പിന്നെ എനിക്ക് ഫസ്റ്റ് 3 മന്താണ് വൊമിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടായത്. 2nd ട്രൈമിസ്റ്ററിൽ അങ്ങനെ വൊമിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ട. ഇപ്പം പിന്നെ ഗ്യാസിൻ്റെ പിന്നെ പ്രഗ്നൻസിയിൽ ഫസ്റ്റ് ലാസ്റ്റോളം ഉണ്ടാകുന്നല്ല, അതെല്ലാം ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ഞാനപ്പം കുറച്ച് നേരം ടൈം സ്പെൻഡ് ആക്കുന്നത്. ഇതന്നെ വല്ലാത്തൊരു ടൈം സ്പെൻഡ് ആക്കലായിപ്പോയി നമ്മളെ ലൈഫിൽ. കുറച്ച് നേരം ടൈം സ്പെൻഡ് ആക്കിയത് തന്നെ. പിന്നെ അവിടെ കാണാൻ നല്ല രസമെല്ലാം ഉണ്ടായാലും മോള് പോയിട്ടാകുമ്പോൾ. പിന്നെ ഞാനപ്പോൾ കുറച്ച് നേരം ഒരു ഫ്രീ ആയിട്ടുണ്ടായതും ആ ഒരു ചെറിയ ടൈമിനും തോന്നും. പിന്നെ അവിടുന്ന് ഫുഡും കാര്യങ്ങളെല്ലാം ഭയങ്കര കുറച്ചായിട്ട് എക്സ്പ്ലോർ ആക്കി, കുഴപ്പമുണ്ടായിട്ട. പിന്നെ നമ്മൾ എന്തെങ്കിലും ഓരോ ഡേയ്സ് കഴിയുമ്പോൾ ഞാൻ റിട്ടേൺ വരുന്നു പറഞ്ഞിട്ട് അപ്പം ഭയങ്കര സാഡാവുന്നുണ്ടായി. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നാട്ടിൽ തന്നെ വേർത്തി നിൻ്റെ ഒക്കെ ഉണ്ടാട്ടിന്ന്. അപ്പോൾ ഇൻഷാ അല്ലാ ഞാനിപ്പോൾ അപ്പോൾ വരും എടുത്തിട്ട്. അങ്ങനെ വന്നെങ്കിൽ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് തന്നെ പോവത്ര. അപ്പോൾ അങ്ങനത്തെ എല്ലാ വിശേഷം ഞങ്ങളെ രണ്ടാളത്. പിന്നൊന്നുമില്ല. Hello guys. Hello guys. Hi guys.
അങ്ങനെ അന്ന് നൈറ്റ് റൂമിക്കെല്ലാം എത്തിയിട്ട് അങ്ങനെ എൻ്റെ ബ്രദേഴ്സും റൂമിലുണ്ടായി. സോ ഉറങ്ങാൻ പൊട്ടിയിട്ട് അങ്ങനെ നൈറ്റ് ഷേക്കും കാര്യങ്ങളെല്ലാം ഓർഡറാക്കിയല്ല അപ്പനെ പോയിട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് അത് കുടിച്ച്. പിന്നെ പിറ്റേ ദിവസം നമ്മൾ അടുത്ത ബോസിൻ്റെ പേർക്ക് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടേക്ക് പോയി. അപ്പോൾ അവിടെ ഫുഡും കാര്യങ്ങളെല്ലാം അവർ നമുക്ക് ഓൾറെഡി റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ഫുഡെല്ലാം ആക്കിയിട്ട് അവരോട് സംസാരിച്ചിട്ടെല്ലാം റിട്ടേൺ വീണ്ടും റൂമിലേക്ക് പോയി. അപ്പോൾ അന്ന് നമ്മൾ കുറച്ച് പുറത്ത് പോയിട്ട് ടൈം സ്പെൻഡ് ആക്കിന്. അന്ന് അപ്പോൾ വരാൻ കഴിഞ്ഞിട്ട് അന്ന് അപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിന്. സോ അങ്ങനെ ഞങ്ങൾ 2 ഓട്ടോ പിടിച്ചിട്ടാണ് പോയത്. പിന്നെ അവിടുന്ന് എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് നമുക്ക് കാറ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കാറിലാണ് പോയത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോയത് ബീച്ചിലേക്കെല്ലാം. പിന്നെ അവിടെ നമുക്കൊരു കംഫർട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ട് പിന്നെ അവിടെ വലിയ കാണാനൊന്നുമില്ല. പിന്നെ നമ്മൾ അവിടുന്ന് ഭീമ പള്ളിക്ക് പോയി. അപ്പോൾ ഉമ്മാൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഭീമ പള്ളിക്ക് പോകണമെന്ന്. ഉമ്മ ഇതുവരെ പോയിട്ടാണ്. ഞാൻ അന്നൊരിക്കൽ പോയിട്ടുണ്ടായിരുന്നു. ട്രിവാൻഡ്രം പോയിട്ടാകുമ്പോൾ ഞാൻ പോയിട്ടുണ്ടാകുമ്പോൾ അപ്പോൾ വൈറ്റ് പെയിൻ്റാണ് ഉണ്ടായത് ഈ പള്ളിക്ക്. ഇതൊരു താജ്മഹലിൻ്റെ ലുക്കെല്ലാം ഉണ്ട് കാണാൻ. അപ്പോൾ അവിടെ കുറച്ച് ടൈം സ്പെൻഡാക്കി നൈറ്റായി. പിന്നെ ഓരെല്ലാം സിയാർത്തെല്ലാക്കിയിട്ട് നമ്മൾ പുറത്തേക്ക് വന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പോകാൻ ഞങ്ങൾക്ക് വലിയ ഇതുണ്ടായിട്ടാണ്. പിന്നെ അത് അവിടെ ഇപ്പോൾ ഭയങ്കര ചേഞ്ചസും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നല്ല കാണാനും നല്ല പാങ്ങുണ്ട്. പിന്നെ പുറത്തെല്ലാം ഇരിക്കാനും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കുറേ പ്ലേസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുമാത്രമല്ല നമ്മളെ മെയിനായിട്ട് ഉപ്പിലിട്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ എടുത്തിട്ട് തിന്നിട്ടെല്ലാം പോയത്. പിന്നെ കുറേ വീഡിയോൻ്റെ ക്ലിപ്പൊന്നും എടുക്കാൻ പറ്റിയിട്ട. ഇതന്നെ എനിക്ക് വോയിസ് ഓവർ ഇടാൻ പറ്റുന്നില്ല ഇത്ര ലോങ് ആയിട്ട് തന്നെ. അപ്പോൾ പിന്നെ റിട്ടേൺ പോകുമ്പോൾ അവിടെ പിന്നെ ലൈറ്റിങ്സും കാര്യങ്ങളായിട്ട് ഞങ്ങൾ അന്ന് ഓണത്തിൻ്റെ ടൈമിൽ പോയിട്ടുണ്ടായി. അപ്പോൾ അങ്ങനെ ഫുള്ള് ലൈറ്റും കാര്യങ്ങളായിട്ട് ഇവിടെ എല്ലാ സെലിബ്രേഷനും നല്ലോണം ആഘോഷിക്കും. അപ്പോൾ കാണാൻ നല്ല രസമുണ്ട്. നൈറ്റ് ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ അത്ര തന്നെ. പിന്നെ നമ്മൾ റൂമിലേക്ക് വന്നിട്ട് എല്ലാവരും ഒന്നിച്ചിട്ട് ഇങ്ങനെ ഫുഡാക്കുന്നു. അപ്പോൾ ഞങ്ങൾ 3 റൂമായിട്ടാണ് എടുത്തത്. എന്തായാലും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിട്ടുണ്ടായി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.